രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എത്തുന്നു പറയണ്ടേ? എന്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങൾ. മാറാടും തങ്ങയിലും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം, യൂണിയൻ അത് ഞാൻ വേറെ വസതി പറയാം, ഇന്ന് പറയണില്ല. ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു. ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ച പോലീസിന്റെ ഭീകരവാദത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ സാറ് പറയുന്നത് എന്ന് പറയുന്നു പുത്തങ്ങയിലും ശിവഗിരിയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള കമ്പൽഷന്റെ പുറത്താണ് ഗവൺമെന്റ് അങ്ങനെ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം ആന്റണി സമ്മതിക്കുന്നുണ്ടോ എന്നില്ലാണ് ഞാൻ. അതിനാണ് പറഞ്ഞത്, അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിൽ സന്തുഷ്ടനല്ല, ദുഃഖിക്കുന്നവരാണ്. സന്തോഷിക്കുന്നവരല്ല. ആളുകളുടെ ചോര കണ്ട് സന്തോഷിക്കുന്നവരല്ലേ. നിങ്ങളെ താങ്കൾ ഇങ്ങനെ കോടതിയിൽ ക്രിമിനൽ കേസിൽ ആൾക്കാരെ ക്രോസിംഗ് സ്റ്റാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ അത് വേണ്ട. മതി. ജീവിതത്തിൽ ശരികളും തെറ്റുകളും ധാരാളമുണ്ട്. അതിനെല്ലാം ആകത്ത് കിടക്കേണ്ട ഇപ്പോഴല്ല. ഒരു ആത്മീയ കേന്ദ്രത്തിലാണ് സംഭവിച്ചത്. പോലീസിന്റെ ഭാഗത്ത് സംഘർഷമുണ്ടായി. അതുപോലെ തന്നെ മുത്തങ്ങയിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേവലം പോലീസ് ആക്ഷൻ മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയുമോ? നിങ്ങളെ തീർച്ചപ്പെടുത്താൻ ഞാൻ സഹായിക്കത്തില്ലല്ലോ. എനിക്ക് പറയാനല്ലേ പറയാൻ പറ്റുള്ളൂ. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാനല്ല, ഈ കെ നയനാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ പറയാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം ആമീനെ പറഞ്ഞയച്ചു. 7 പ്രാവശ്യം. പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇഷ്യൂ. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു. പലതരം ആളുകൾ ഓടിക്കൂടിയെന്ന് പറഞ്ഞു. അതിൽ പുറത്തുള്ള ആളുകളോ ഗുണ്ടകളോ അങ്ങനെയൊക്കെ പോലീസ് നടപടികളോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നേരത്തെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന താങ്കളുടെ പേരിലെ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കളുടെ പത്രപ്രവർത്തനം എത്ര കൊല്ലായി? ഞാൻ 25 വർഷമായി. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിച്ചു. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. കാൽനൂറ്റാണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഷയിൽ കാൽനൂറ്റാണ്ട് കഴിഞ്ഞു. നിലവിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും സാർ. അടിയന്തരമായി പുനഃസംഘടന നടക്കുന്നില്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വിവാദങ്ങൾ ഉണ്ടാകുന്നു.
കോൺഗ്രസിനൊരു പ്രതിസന്ധിയില്ല. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും വിചാരിച്ച് സാധിക്കുന്നില്ല. ഞാനിപ്പോ കോൺഗ്രസിന്റെ ഒരു രക്ഷകനായിട്ട് വന്നതാണ്. ഇന്ന് കോൺഗ്രസിന്റെ ഒരു രക്ഷക വേഷത്തിൽ വന്നതാണ്. സാധാരണ പ്രവർത്തകരാണ്. ഇന്നത്തെ പത്രസമ്മേളനം എന്തോ പത്രസമ്മേളനം കോൺഗ്രസിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കോൺഗ്രസിൽ ശക്തരായ നേതാക്കന്മാരുണ്ട്, അതിശക്തരായ നേതാക്കന്മാരുണ്ട്. ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രസംഗം എത്ര ശക്തമായ പ്രസംഗമാണ്.